100 കോടിയിലധികം രൂപ ചെലവാക്കി നിർമ്മിച്ച കബാലി എന്ന സിനിമ ഇന്ന് ലോകം മുഴുവൻ ബ്രഹ്മാണ്ഡ ചിത്രം എന്നുള്ള നിലയിൽ ആഘോഷിക്കപ്പെടുന്നു. 1000-ലധികം തിയേറ്ററുകളിലായി നാളെ ആ ചിത്രം റിലീസ് ചെയ്യാനിരിക്കെ മോർണിംഗ് റിപ്പോർട്ടറിൽ ഇന്ന് അതിഥിയായുള്ളത് വെറും 15 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഒഴിവ് ദിവസത്തെ കളി എന്ന സിനിമയുടെ സംഗീത സംവിധായകൻ ബേസിൽ ജോസഫാണ്. ആദ്യം നമ്മൾക്ക് ഒഴിവ് ദിവസത്തെ കളി എന്ന സിനിമയിലെ ചില രംഗങ്ങളും ബേസിലിൻ്റെ പശ്ചാത്തല സംഗീതവും കേൾക്കാം. കരിമേഘം കൂട്ടം കൂടിപ്പായും കനമേറും മാടി മാസമേ വെയിലിന്റെ ചില്ലു പാളിച്ചീന്തി മഴ പൊട്ടിച്ചാടി വീഴുമോ കലപിലയുടെ കാടും കളിച്ചിരിയുടെ കൂടും വഴി തേടും പാട്ടിൻ വരി ചോരുമോ ചിരി ചെറുതേരാക്കി മൊഴി നറുതേനാക്കി വഴി പല വഴി തെറ്റും മിഴിമുനകളിലൊരു മറുകര കരിമേഘം കൂട്ടം കോടിപ്പായും കനമേറും ആടി മാസമേ. തിരതല്ലും കാറ്റിന്റെ കയ്യിൽ തിരതുള്ളും തെങ്ങിൻ തലപ്പിൽ നുരയൂറും മധുരക്കള്ളിന്റെ തണുവുള്ളിൽ ചിന്നുന്ന യാത്ര കായൽ കലം വേറ്റുള്ള യാത്ര കാടിൻ തണുപോലുന്ന യാത്ര പലതാളം ചിരിനീളം ഒരു തൂവൽ തിരിനാളം കരിമേഘം കറുകറുമേഘം കരിമേഘം കൂട്ടം കൂടിപ്പായും കനമേറും ആടി മാസമേ വെയിലിന്റെ ചില്ലു പാളിച്ചീന്തി മഴ പൊട്ടി ചാടി വീഴുമോ ഒഴിവ് ദിവസത്തെ കളി എന്ന സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിച്ച ഇപ്പോൾ നമ്മൾ കണ്ട ഗാനത്തിൽ പശ്ചാത്തല സംഗീതം നിർവഹിച്ച സംഗീത സംവിധായകൻ ബേസിൽ CJ-യാണ് ഇന്ന് സ്റ്റുഡിയോയിൽ അതിഥിയായിരിക്കുന്നത്. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. യാർഡാന്ത കബാലി വരസൊൽഡാവനെ എന്ന് മാത്രമാണ് കഴിഞ്ഞ 1-2 ആഴ്ചയായി തുടർച്ചയായി ഇന്ത്യൻ സിനിമയുടെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശബ്ദം. 100 കോടിയിലധികം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു സിനിമ നിർമ്മിക്കുകയും 225 കോടി രൂപ അത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രൊഡ്യൂസർ നേടുകയും ചെയ്യുന്ന ഒരു വിപണി മാർക്കറ്റിംഗ് അജണ്ടയുടെ കാലഘട്ടത്തിലാണ് വെറും 15 ലക്ഷം രൂപ മാത്രമുള്ള ഒരു സിനിമയുടെ സംഗീത സംവിധായകനെ ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വളരെ അർത്ഥപൂർണവുമാണെന്ന് ഞങ്ങൾ കരുതുന്നു. താങ്കളുടെ സംഗീത സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? സംഗീത സങ്കല്പങ്ങൾ, സിനിമയിലെ സംഗീത സങ്കല്പങ്ങളും എൻ്റെ സംഗീത സങ്കല്പങ്ങളും രണ്ടാണെന്ന് വേണം പറയാൻ. എന്താണെന്ന് വെച്ചാൽ സിനിമയിലെ സംഗീതം എന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഗീതമാണ്, അത് ദൃശ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഗീതമാണ്. അപ്പോൾ നമ്മുടെ സംഗീത സങ്കല്പങ്ങളെ എത്രത്തോളം ദൃശ്യവുമായിട്ട് കൂട്ടിയിണക്കാൻ പറ്റും എന്നുള്ളതാണ് സിനിമയിലെ സംഗീതം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, സിനിമയിലെ സംഗീതത്തിൽ ചെയ്യാൻ പറ്റുക. സംഗീതം എന്ന് പറഞ്ഞാൽ വളരെ എല്ലാ കലയോ അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും പോലെ വളരെ വാസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അതിൽ നമ്മുടെ താല്പര്യങ്ങളും
നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ട് വന്നിട്ടുള്ള സാധനങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളും എല്ലാം നമ്മുടെ അച്ഛനമ്മമാർ കേട്ട സാധനങ്ങൾ വരെ പാട്ടുകൾ വരെ നമ്മളെ സ്വാധീനിക്കാവുന്ന ഒന്നാണ്. സംഗീത സങ്കല്പം നമ്മൾ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ സംഗീത സംവിധായകർ സിനിമാ സംഗീതത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒന്നാണ്. താങ്കൾക്ക് അതിലുപരിയായിട്ടുള്ള സ്വതന്ത്രമായ സംഗീത സങ്കല്പങ്ങളുണ്ട് എന്നർത്ഥം. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ബേസിൽ CJ എന്ന വ്യക്തി എങ്ങനെയാണ് ഒരു സംഗീത സംവിധായകൻ ആയി എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് സംഗീത സംവിധാനത്തിലേക്ക് എത്തുന്നത്? എനിക്ക് ആദ്യം മുതലേ ചെറുപ്പം മുതലേ കമ്പോസ് ചെയ്യാൻ ഇഷ്ടമാണ്. കമ്പോസ് ചെയ്യായിരുന്നു. അപ്പോൾ അത് പിന്നെ കോളേജിലൊക്കെ വന്നതോടുകൂടി ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ സംഗീതം കൊടുത്തു തുടങ്ങി. ചെറിയ പരിപാടികളുടെ തീം സോങ്ങുകൾ, തീം മ്യൂസിക്കുകൾ, പിന്നെ ചെറിയ ആൽബങ്ങളുടെ പാട്ടുകൾ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കോളേജ് കഴിഞ്ഞതോടുകൂടി സംഗീതത്തിലേക്ക് പൂർണ്ണമായിട്ടും, ഡിഗ്രി കഴിഞ്ഞോട്ട് സംഗീതത്തിലേക്ക് പൂർണ്ണമായിട്ടും അത് തന്നെയാണ് വഴിയെന്ന് ഉറപ്പിച്ച്. ഒരു ദിവസത്തെ കളിയുടെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ, ഒരാൾ പൊക്കത്തിൻ്റെ സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് സനൽകുമാർ ശശിധരനാണ്. ഈ 2 ചിത്രങ്ങളിലാണ് താങ്കൾ പൂർണ്ണമായും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ സനൽകുമാർ ശശിധരൻ താങ്കളുടെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പരിചയക്കാരനായിരുന്നോ? എന്തുകൊണ്ടാണ് സനൽ സംഗീതത്തിന് വേണ്ടി ബേസിലിനെ തേടി വന്നത്? സനലേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ചെന്നൈയിൽ വെച്ചിട്ടാണ്. ഞാൻ കോളേജ് കഴിഞ്ഞതോടുകൂടി ചെന്നൈയിലേക്ക് പോയി. അവിടെ ഫ്ലൂട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ പഠിച്ചു, പിയാനോ പഠിച്ചു. എന്നിട്ട് അവിടെ വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഞാൻ കീബോർഡ് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നൊരു കക്ഷി, സുജിത്ത് എന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹം സനലേട്ടൻ്റെയും സുഹൃത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം പരിചയമുള്ളൂ. അപ്പോൾ സുജിത്ത് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഒരാളുണ്ട്, സനലേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയുണ്ട്, പുള്ളി ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അന്ന് മുരുക്കൻ പൂക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുടെ സ്ക്രിപ്റ്റാണ് സനലേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ജസ്റ്റ് നമ്മൾ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. അപ്പോൾ സനലേട്ടൻ ശരി എന്ന് പറയുന്നു, വർക്കൊക്കെ അയച്ചു തരാൻ പറയുന്നു. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഇതൊക്കെ അയച്ചു കൊടുക്കുന്നു. പിന്നെ ആ സിനിമ ചെയ്തില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഒരാൾപ്പൊക്കം ചെയ്യുന്നത്. ആ ഒരാൾപ്പൊക്കം ചെയ്യുന്ന സമയത്ത് സനലേട്ടൻ പിന്നെ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഇതിൽ സനൽകുമാർ ശശിധരൻ്റെ സിനിമാ സങ്കല്പം, സംഗീത സങ്കല്പം, ഇപ്പോൾ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടത് ഈ രീതിയിലുള്ള ഒരു സംഗീതമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിച്ചത് എങ്ങനെയായിരുന്നു? അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്തായിരുന്നു? സനലേട്ടൻ ഇന്ന സംഗീതം വേണം എന്ന് പറയാറില്ല. സനലേട്ടൻ്റെ സിനിമയിൽ ഉണ്ടാവേണ്ട സംഗീതത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ ഇന്നത് വേണമെന്ന് പറയില്ല. ഞാൻ ചെയ്ത് കാണിച്ചോട്ടെ. ഞാൻ ഒരാൾപ്പൊക്കം ഞങ്ങൾ ഒരു 2-3 ആഴ്ചയോളം ഒരുമിച്ച് ഉണ്ടായിരുന്നു. വർക്ക് ചെയ്യുന്ന സംഗീതം മ്യൂസിക് കൊടുക്കുന്ന സമയത്തൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്ന് ചെയ്ത് കാണിക്കുന്നു, സനലേട്ടൻ നോക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുതരുന്ന ഒരു രീതിയാണ്. ഈ നാടൻ പാട്ടുകൾ, അതായത് നാട്ടിൽ നമ്മൾ പാടി പതിഞ്ഞ പാട്ടുകൾ സിനിമയിലേക്ക് വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ടിന് സംഗീത സംവിധാനം ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? നാടൻ പാട്ടുകൾ, നമ്മുടെ എല്ലാം ഉള്ളിലുള്ള പാട്ടുകൾ എന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ പാട്ടുകൾ എന്തായാലും നമ്മുടെ ഉണ്ടാവാതെ വയ്യ. നാടൻ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് നാടൻ പാട്ടുകളാണല്ലോ പാടുക. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പാടാൻ പറ്റിയ പാട്ടുകൾ നാടൻ പാട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നേരത്തെ തന്നെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ കരിന്തലക്കൂട്ടം എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പ് വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാടൻ പാട്ട് പറഞ്ഞാൽ വളരെ ഞാനൊരു പാട്ട് ഇങ്ങനെ ചെയ്ത് പാടി സനലേട്ടന് കൊടുത്തപ്പോൾ സനലേട്ടന് അത് പെട്ടെന്ന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അത് തന്നെ അങ്ങനെ പോകുമായിരുന്നു. ഇതിൽ കരിന്തലക്കൂട്ടത്തെക്കുറിച്ച് പ്രേക്ഷകരോട് പറയേണ്ട ആവശ്യമില്ല. മോർണിംഗ് റിപ്പോർട്ടറിൻ്റെ പ്രേക്ഷകർക്കെല്ലാം കരിന്തലക്കൂട്ടത്തെക്കുറിച്ച് സമ്പൂർണ്ണമായിട്ടും അറിയാം. ബേസിൽ അതിഥിയായിരുന്ന അതുപോലെ തന്നെ കരിന്തലക്കൂട്ടത്തിലെ മുഴുവൻ കലാകാരന്മാരും ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്ന് 1 മണിക്കൂർ തുടർച്ചയായി പല ഘട്ടങ്ങളിലായി തത്സമയം അവരുടെ സംഗീതം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. രമ്യശ്രീ ചോദിച്ച ചോദ്യം, നാടൻ പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നാവും മനസ്സും വിരലുകളുമെല്ലാം അതിലേക്ക് വഴങ്ങുന്നത് എന്നാണ്. നമുക്കിപ്പോൾ ബേസിൽ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ദിവസത്തെ കളി എന്ന സിനിമയിലെ ഒരു നാടൻ സംഗീതം കേൾക്കാം. ഷാപ്പുകറിയും മന്തിക്കള്ളും കപ്പക്കൂട്ടാനും
നാട്ടുതറിയും നാടൻ രുചിയിൽ ചേർത്തരച്ചവളെ, നാവു തുറയും കൊതിയുടെ പാട്ടുകൾ കൊട്ടിപ്പാടാനായി. കൂട്ടുവരുമോ ചങ്കിൻ ചോര ചൂടു തന്നേക്കാം, നിന്റെ കണ്ണിലെ കരിമീൻ മുങ്ങി തപ്പിയെടുക്കാനായി. പാത്തിരിക്കും കണ്ടൻ പൂച്ച കരഞ്ഞതു കേട്ടില്ലേ, ഭൂമീനെ പായല്ലേ നീയില്ലേ ഞാനില്ലേ. കരിവെയിൽ എരിവയും നിന്നോട്ടം കൊണ്ട് കൊള്ളട്ടെ ഞാൻ. ചാപ്പ് കറിയും മന്തിക്കള്ളും കപ്പക്കൂട്ടാനും, നാട്ടുതറിയും നാടൻ രുചിയിൽ ചേർത്തരച്ചവളെ. നീന്തലക്കൂട്ടാൻ നാവിൽ തൊട്ടുവെച്ചപ്പോ കൂടം കമിഴ്ന്നേ, കള്ളിൻ കൂടം കമിഴ്ന്നേ. കണ്ണാടി വളയിട്ട കൈകൾ തൊട്ടപ്പോ വരാൽ പിടഞ്ഞേ, കടൽ തീരമറിഞ്ഞേ. എന്തോരം തന്തോയം എന്താകിലും നിന്റെ മെയ്യിൽ പിടയ്ക്കണ മീനായെങ്കിൽ, കാന്താരിയിട്ടു വെച്ച കൂട്ടായി ഞാൻ നിന്റെ നാവിൽ പിടഞ്ഞു പിടഞ്ഞങ്ങനെ. രുചിയുടെ തിരകളിൽ കൊതിയുടെ വലകളിൽ എരിവൊരു തീരെ അടിയും നേരം ചെറുചെറു കടലായി ചാപ്പുകറിയും മന്തിക്കള്ളും കപ്പക്കൂട്ടാനും, നാട്ടുതറിയും നാടൻ രുചിയിൽ ചേർത്തരച്ചവളെ. നാവുചൊറിയും കൊതിയുടെ പാട്ടുകൾ കൊട്ടിപ്പാടാനായി. കൂട്ടുവരുമോ ചങ്കിൻ ചോര ചൂടു തന്നേക്കാം. ശ്രീ ബേസിൽ, ഈ ഒരു ഗാനം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയത്? നാടൻ പാട്ട് സിനിമയിലേക്ക് പരിവർത്തിപ്പിച്ചത്, അതിൻ്റെ ഒരു സംഗീത സംവിധാനം എങ്ങനെയായിരുന്നു? ഈ പാട്ട് ഒരു കള്ള് പാട്ട് അല്ലെങ്കിൽ ഒരു ആ ഒരു സിനിമയുടെ പൊളിറ്റിക്സും സിനിമയുടെ രീതികളും ഉള്ള ഒരു പാട്ട് എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇത് പിന്നെ നാടൻ പാട്ട് ചെയ്യുമ്പോൾ നാടൻ പാട്ടിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ എനർജിയാണ്, അവരുടെ പ്രദേശത്തിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഞങ്ങളിത് റെക്കോർഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കരിന്തലക്കൂട്ടം ഉള്ള സ്ഥലത്ത് പോയിട്ട് അവരുടെ സ്ഥലത്ത് നമ്മൾ മൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ അവരെല്ലാവരും നിന്നു ഒന്നിച്ച് പാടുന്നു. അത് നമ്മൾ ഒറ്റ ടേക്കിൽ റെക്കോർഡ് ചെയ്യും. എന്തോ ഒറ്റ ടേക്കിൽ ഉള്ളൊരു പാട്ടാണ്. നമ്മൾ വേറെ അതിൽ കൂട്ടിച്ചേർക്കലുകളോ ഒന്നുമില്ല. ഒരു 16 ടേക്കോളം അന്ന് എടുത്തു. 16 പ്രാവശ്യം അവർ ഈ പാട്ട് മുഴുവനായിട്ട് പാടി എന്നിട്ട് അതിൽ ഒരു ടേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ എനർജി ഭയങ്കരമായിട്ട് ആ പാട്ടിലുണ്ട്. വളരെ അൺപോളിഷ്ഡ് ആയിട്ടുള്ള ഒരു റോ ആയിട്ടുള്ള ഒരു എനർജി ആ പാട്ടിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കൃത്രിമങ്ങളില്ലാത്ത ഒരു സംഗീതം അല്ലേ പൂർണ്ണമായിട്ടും? കൃത്രിമങ്ങളില്ല എന്നും പറയാം. ഒരു രീതി തന്നെ ഞാൻ പറയാം. കൃത്രിമങ്ങളോട് അങ്ങനെ ഒരു വാക്കിനോട് എനിക്ക് അറിയില്ല. ശുദ്ധം എന്ന വാക്കിനും വേറെ. അതെ, ശുദ്ധസംഗീതം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരു ഡെഫിനേഷൻ ഉള്ളതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞാൽ വളരെ വളരെ കൂടെ നമ്മൾ കൂടെ ഇരുന്ന് പാടുക. ഈ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഗ്രൗണ്ടിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുക. അപ്പോൾ എല്ലാം മൊത്തത്തിൽ ആ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ശബ്ദമൊക്കെ ചിലപ്പോൾ ഇതിലുണ്ടാവും, നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല. ഒരു ദിവസത്തെ കളി എന്ന സിനിമയുടെ പൊതുവായ പ്രത്യേകതയും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്.